ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ ഗുരുരാധ്യാം ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദ സംസരന്തിം അസ്മദാചാര്യപര്യന്താം ശിഷ്യസംഘാന്വിതാം ശുഭാം ഗുരുചൈതന്യ സമന്വിതാം ദിവ്യാം ജ്ഞാനപ്രവാഹിനീം വന്ദേ താം ചേതനാം പുനഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായൈ നമഃ. സ്മൈൽ സാധന ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ഭാരവാഹികൾ, ഇന്ന് ഈ പഠന ക്ലാസ്സിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഗുരുധർമ്മ പഠിതാക്കൾ എല്ലാവർക്കും സ്വാഗത നമസ്കാരം. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ശിഷ്യോത്തമനും മഹാകവിയുമായ കുമാരനാശാൻ രചിച്ച ശാരദാഷ്ടകം എന്ന കൃതിയാണ് കഴിഞ്ഞ ഏതാനും നാളുകളിലായി നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയുടെ അവസാനത്തെ ശ്ലോകമാണ് ഇപ്പോൾ വിചാരം ചെയ്യാൻ വേണ്ടി പോകുന്നത്. ശ്ലോകം: അസ്ഥിബാധി സുഖമാത്ര ലക്ഷണേ യന്മരൗ ജഗതിദം മരീചിക സാ സദാ ഹൃദി മയാംബ നിഷ്കല സംവിദൗപനിഷദം നിധീയസേ. ഒന്നുകൂടി ചൊല്ലാം. അസ്ഥിബാധി സുഖമാത്ര ലക്ഷണേ യന്മരൗ ജഗതിദം മരീചിക സാ സദാ ഹൃദി മയാംബ നിഷ്കല സംവിദൗപനിഷദം നിധീയസേ. മനോഹരമായിട്ട് പാടാൻ കഴിവുള്ളവർക്ക് ഈ ശ്ലോകം നല്ല ഈണത്തിൽ പാടാം. നമ്മൾ എല്ലാ തവണയും ചിന്തിക്കുന്നത് പോലെ ഇതിന്റെ അർത്ഥം അന്വയം ചെയ്ത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യം ഈ ശ്ലോകത്തിലെ വേർബ്, ക്രിയാപദത്തെ കണ്ടെത്തണം. ക്രിയാപദം അവസാനമുണ്ട്. നിധീയസേ എന്നാണ് ക്രിയാപദം. നാലാമത്തെ വരിയിൽ അവസാനത്തെ വാക്കാണ് നിധീയസേ. അപ്പൊ നിധീയസേ എന്നുള്ള ക്രിയാപദം ഉണ്ടായിരിക്കുന്നത് ധ എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നാണ്. രണ്ട് ധാതുവുണ്ട്. ഒന്ന് ധീങ്, പിന്നെ ധ എന്നുള്ളത്. ധീങ് എന്ന് പറഞ്ഞാൽ ബേസ്, ആധാരമായിരിക്കുക. ധ എന്ന് പറഞ്ഞാൽ ധാരണ ചെയ്യുക, ഒന്നിനെ ധരിക്കുക, ഒന്നിനെ നമ്മുടേതാക്കുക. ഈ രണ്ട് ധാതുവിൽ നിന്നാണ്. ഈ രണ്ട് ധാതു ഇതിന്റെ അടിസ്ഥാന ധാതുവാണ് നിധീയസ എന്ന ക്രിയാപദത്തിന്. അങ്ങനെ ധാത്വർത്ഥം ചിന്തിച്ചു കഴിഞ്ഞാൽ നിധീയസ എന്ന ആ വേർബിന്റെ അർത്ഥമായി നമുക്ക് സ്ഥാപിക്കുക, വെക്കുക എന്നൊക്കെ മനസ്സിലാക്കാം. ഒന്നിന്മേൽ സ്ഥാപിക്കുക. ഒരു പുസ്തകം ഒരു മേശയുടെ മുകളിൽ സ്ഥാപിച്ചു, വെച്ചു. പക്ഷെ ഈ ശ്ലോകത്തിന്റെ പൊതുവായ താല്പര്യം നിർണയിച്ചു കഴിഞ്ഞാൽ വെക്കുക എന്നുള്ളത് നമ്മൾ ധ്യാനിക്കുക എന്നുള്ള രീതിയിൽ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ധ്യാനിക്കുക എന്നുള്ള ആ പദത്തിന് ധ്യായി ചിന്തായം എന്നുള്ള മറ്റൊരു ധാതുവാണ് കാരണം. അതുകൊണ്ട് നേരിട്ട് നമുക്ക് അർത്ഥകൽപ്പന എടുക്കാൻ സാധിച്ചില്ലെങ്കിലും ശ്ലോകത്തിന്റെ പൊതുവായ താല്പര്യത്തെ മനസ്സിലാക്കുമ്പോൾ ധ്യാനിക്കുക, മനസ്സിൽ നിരന്തരം സ്മരിക്കുക. കാരണം ഹൃദി എന്നുള്ളൊരു പദം വരുന്ന ഒരു ശ്ലോകത്തിൽ. ഹൃദി എന്ന് പറയുന്നത് ഹൃദയത്തിൽ. ഹൃദി നിധീയസ, ഹൃദയത്തിൽ വെക്കുക. ഒരാളെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ വെക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരം അയാളുടെ സ്മരണ ഉണ്ടാകുക എന്നർത്ഥം. ഞാൻ അവളെ എൻ്റെ ഹൃദയത്തിൽ വെച്ചു എന്ന് പറഞ്ഞാൽ അവളുടെ അല്ലെങ്കിൽ അവന്റെ സ്മരണ നിരന്തരം എൻ്റെ മനസ്സിലുണ്ടാകും. ഈ നിരന്തരമുള്ള സ്മരണയെയാണ് നമ്മൾ ധ്യാനം എന്ന് പറയുന്നത്. അപ്പൊ നിധീയസ എന്നുള്ളത് പ്രത്യക്ഷമായിട്ട് ധ്യാനിക്കുക എന്ന അർത്ഥത്തിലേക്ക് കടക്കുന്നില്ലെങ്കിലും അതിന്റെ ലക്ഷ്യാർത്ഥത ചിന്തിച്ചു കഴിഞ്ഞാൽ നിധീയസയെ നമുക്ക് ധ്യാനിക്കുക എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. അപ്പൊ നിധീയസ എന്ന വാക്കിന്റെ അർത്ഥം ധ്യാനിക്കപ്പെടട്ടെ, ചിന്തിക്കപ്പെടട്ടെ,
അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കപ്പെടട്ടെ എന്നാണ് അർത്ഥം. ഇനി ഈ ക്രിയാപദത്തെ ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ മറ്റ് പദങ്ങൾ ചേർത്ത് മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനെയാണ് ധ്യാനിക്കേണ്ടത്, എന്തിനെയാണ് ചിന്തിക്കേണ്ടത്, അല്ലെങ്കിൽ ആരാണ് ധ്യാനിക്കേണ്ടത് എന്ന രണ്ട് ചോദ്യം നമ്മുടെ മനസ്സിൽ വരും. ധ്യാനിക്കട്ടെ, ചിന്തിക്കട്ടെ എന്നുള്ള അർത്ഥം കിട്ടിക്കഴിഞ്ഞാൽ ആര് ധ്യാനിക്കട്ടെ, എന്തിനെ ധ്യാനിക്കട്ടെ എന്നൊക്കെ അർത്ഥം വരും. അപ്പൊ എന്തിനെയാണ് ധ്യാനിക്കേണ്ടത്? നിധീയസെ എന്നുള്ളത് എപ്പോഴും അതിന്റെ കർത്താവായിട്ട് നീ എന്നേ വരുള്ളൂ. മദ്യം പുരുഷനിൽ പ്രയോഗിച്ചൊരു ക്രിയാപദമാണ്. അപ്പൊ ത്വം നിധീയസെ, നീ നിന്നെ, ത്വം നിധീയസെ എന്ന് മനസ്സിലാക്കാം. അല്ലയോ അമ്മേ, നിന്നെയാണ് ധ്യാനിക്കുന്നത് എന്നർത്ഥം. ആ ത്വം എന്നുള്ളതിന്റെ വിശേഷണമായിട്ട് ഇതിൽ ചേർത്തിരിക്കുന്ന മറ്റു കാര്യങ്ങളും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ്ട് ഇതിന്റെ അന്വയം ചെയ്ത് അർത്ഥത്തെ മനസ്സിലാക്കും. അപ്പൊ ഞാൻ ആമുഖമായിട്ട് അന്വയത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞു നോക്കൂ. അപ്പൊ അന്വയാർത്ഥം ഇപ്രകാരം ചിന്തിക്കാം. ആദ്യമായിട്ട് ഇതിലൊരു അഭിസംബോധനയുണ്ട്. അഭിസംബോധന എന്ന് പറഞ്ഞാൽ ഒരാളെ നമ്മൾ വിളിക്കുന്നു, അല്ലയോ ശാരദാംബികെ, അല്ലയോ ദേവി എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതിലെ അഭിസംബോധന അംബ എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറെ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ട അതേ അഭിസംബോധനയാണ് അംബ. മൂന്നാമത്തെ വരിയിൽ മയാംബ എന്നുള്ളൊരു വാക്കുണ്ട്. അതിൽ മയ അംബ, ആ അംബയാണ് അഭിസംബോധന. അംബയുടെ അർത്ഥം എന്താണ്? അല്ലയോ അമ്മേ. അസ്ഥിബാധി സുഖമാത്ര ലക്ഷണേ യൻ മരൗ ഇദം ജഗത് മരീചിക നിഷ്കല സംവിത് സാ ത്വം മയാ സദാ ഹൃദി ഔപനിഷദം നിധീയസേ. ഇതാണ് ഇതിന്റെ അന്വയക്രമം. ഒന്നുകൂടി പറയാം. അല്ലയോ അമ്മേ, ഹേ അംബ, അസ്ഥിഭാതി സുഖമാത്ര ലക്ഷണേ യൻ മരൗ ഇദം ജഗത് മരീചിക നിഷ്കലാ സംവിത് സാ ത്വം മയാ സദാ ഹൃദി ഔപനിഷദം നിധീയസേ. അപ്പൊ അതിന്റെ മലയാള അർത്ഥം ഇങ്ങനെയാണ്. അല്ലയോ അമ്മേ, അസ്ഥിബാധി സുഖലക്ഷണമായുള്ള ഏതൊരുവളാകുന്ന മരുഭൂമിയിലാണോ ഈ ലോകം ഒരു മരുപ്പച്ച പോലെ തോന്നിക്കുന്നത്. എൻ മരൗ എന്ന് പറയുമ്പോൾ, മരൗ എന്ന് പറഞ്ഞാൽ മരുഭൂമി. മരു എന്നുള്ളതിന്റെ സപ്തമി വിഭക്തിയാണ് മരൗ. യത് മരൗ ആണ് എൻ മരൗ ആയിട്ട് മാറിയത്. എൻ മരൗ എന്ന് പറഞ്ഞാൽ ഏതൊരുവളാകുന്ന മരുഭൂമിയിലാണോ, അല്ലെങ്കിൽ ഏതൊരു മരുഭൂമിയിലാണോ ഇതം ജഗത്ത് മരീചിക, ഈ ലോകം ഒരു മരുപ്പച്ച പോലെ കാണപ്പെടുന്നത്. മരുപ്പച്ച എവിടെയാണ് കാണപ്പെടുന്നത്? മരുഭൂമിയിലാണ്. പക്ഷെ ആ മരുഭൂമിക്ക് ഇവിടെ ആശാൻ മറ്റൊരു വിശേഷണം കൊടുത്തു. ആ വിശേഷണം എന്താണ്? അസ്ഥിബാധി സുഖമാത്ര ലക്ഷണേ എന്മരവും. കേവലം ഒരു മരുഭൂമിയല്ല, മറിച്ച് അസ്ഥി, ബാധി, സുഖം എന്നിവ മാത്രമായിട്ടുള്ള, എന്നീ ലക്ഷണങ്ങൾ മാത്രമായിട്ടുള്ള മരുഭൂമിയിൽ ഇതം ജഗത് മരീചിക, ഈ ജഗത്ത് ഒരു മരീചിക പോലെ കാണപ്പെടുന്നു. അപ്പൊ അതിന് നമുക്ക് അടുത്ത പദത്തിലേക്ക് കടക്കാൻ വേണ്ടി ഇപ്രകാരം പറയാം. അല്ലയോ അമ്മേ, അസ്ഥിബാധി സുഖലക്ഷണമായുള്ള ഏതൊരുവളാകുന്ന മരുഭൂമിയിലാണോ ഈ ലോകം ഒരു മരുപ്പച്ച പോലെ തോന്നിക്കുന്നത്. അപ്പൊ അതിനോട് ചേർത്ത് നമുക്ക് അടുത്ത പദത്തെ മനസ്സിലാക്കാം. ഇവിടെ മനസ്സിലാക്കുന്നത് മരുഭൂമി എന്നുള്ളതിന്റെ വിശേഷണമാണ് അസ്ഥിബാധി സുഖമാത്ര ലക്ഷണേ എന്നുള്ള ആ സപ്തമി വിഭക്തിയിൽ പ്രയോഗിച്ചിരിക്കുന്ന ആ വാചകം. അസ്ഥിബാധി സുഖമാത്ര ലക്ഷണം, ഇത് മരുഭൂമിയുടെ വിശേഷണമാണ്. അപ്പൊ അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ അമ്മേ, അസ്ഥിബാധി സുഖലക്ഷണമായുള്ള ഏതൊരുവളാകുന്ന മരുഭൂമിയിലാണോ ഈ ലോകം ഒരു മരുപ്പച്ച പോലെ തോന്നിക്കുന്നത്. അതിനുശേഷം പറയുന്നു, എന്താണ് പറയുന്നത്? നിഷ്കലാ സംവിത് സാ ത്വം മയാ സദാ ഹൃദി ഔപനിഷദം നിധീയസേ. നിഷ്കല സംവിത്, അവയവങ്ങളില്ലാത്ത, യാതൊരു കലകളുമില്ലാത്ത, അതാണ് നിഷ്കല. സംവിത് എന്ന് പറഞ്ഞാൽ പരമബോധ സ്വരൂപിണിയായ. ഇപ്പൊ കലകളില്ലാത്തവളും, കലകളില്ല എന്ന് പറയുമ്പോൾ ഈ കല ആർട്ടല്ല, മറിച്ച് പാർട്ട് എന്ന് പറയുമ്പോൾ അവയവം. യാതൊരു പാർട്ടുകളും ഇല്ലാത്തവളും സംവിത്തായിരിക്കുന്നവളും പരമബോധ സ്വരൂപിണിയുമായ സത്വം, അങ്ങനെയുള്ള അവിടുന്ന്, അങ്ങനെയുള്ള നീ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, ത്വം, നീ എന്ന് പറയുമ്പോൾ ദേവിയെ നീ എന്ന് വിളിക്കുന്നതായിട്ട് കരുതരുത്, മറിച്ച് അവിടുന്ന്, താങ്കൾ, അങ്ങ് എന്നൊക്കെ
ആ നീ എന്നുള്ള പദത്തിന്റെ ലക്ഷ്യാർത്ഥമായിട്ട് ചിന്തിക്കണം. അപ്പൊ കലകളില്ലാത്തവളും പരമബോധരൂപിണിയുമായ അങ്ങനെയുള്ള അവിടുന്ന് മയ എന്ന് പറഞ്ഞാൽ എന്നാൽ, സദാ എപ്പോഴും, എന്നാൽ എപ്പോഴും, ഹൃദയത്തിൽ, ഉപനിഷദം നിധീയസെ ഉപനിഷത്തുകളിൽ പ്രതിപാദിക്കപ്പെടുന്ന പരമതത്വമായിട്ട് ധ്യാനിക്കപ്പെടട്ടെ എന്നർത്ഥം. രണ്ടാമത്തെ വാചകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിഷ്കലയും സംവിത്തും പരമബോധ സ്വരൂപിണിയുമായിരിക്കുന്ന അങ്ങനെയുള്ള അമ്മ അവിടുന്ന് മയ എന്നാൽ എപ്പോഴും ഹൃദയത്തിൽ, ഔപനിഷദം നിധീയസെ ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കപ്പെട്ട പരമതത്വമായിട്ട് ധ്യാനിക്കപ്പെടട്ടെ അഥവാ സ്ഥാപിക്കപ്പെടട്ടെ. ഇനി മുഴുവനായിട്ടും ഇതിനെ മനസ്സിലാക്കുകയാണെങ്കിൽ ആ അന്വയത്തിന്റെ മലയാളാർത്ഥം ഒന്നുകൂടി പറഞ്ഞ് നമുക്കതിന്റെ വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. അന്വയത്തിന്റെ മലയാളാർത്ഥം, അല്ലയോ അമ്മേ, അസ്ഥിബാധി സുഖലക്ഷണമായുള്ള ഏതൊരുവളാകുന്ന മരുഭൂമിയിലാണോ ഈ ലോകം ഒരു മരുപ്പച്ച പോലെ തോന്നിക്കുന്നത്, അതേപോലെ നിഷ്കലയും സംവിത് സ്വരൂപിണിയുമായിട്ടുള്ള അവിടുന്ന് എന്നാൽ എപ്പോഴും ഹൃദയത്തിൽ ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കപ്പെടുന്ന പരമതത്വമായിട്ട് ധ്യാനിക്കപ്പെടട്ടെ അഥവാ സ്ഥാപിക്കപ്പെടട്ടെ. ഇതാണ് ഈ അവസാന ശ്ലോകത്തിന്റെ പൊതുവായ താല്പര്യം. ഈ ശ്ലോകം വളരെ, ഈ 8 ശ്ലോകങ്ങളിൽ ഏറ്റവും ആഴമേറിയ ദാർശനിക അർത്ഥത്തെ പ്രതിപാദിക്കുന്ന ശ്ലോകമാണ്. മറ്റ് മുഴുവൻ ശ്ലോകങ്ങളുടെയും പരമമായ താത്പര്യം നമുക്ക് ഈ ശ്ലോകത്തിൽ കാണാൻ സാധിക്കും. ഇവിടെ ദേവിയെ വിശേഷിപ്പിച്ചത് ആദ്യം തന്നെ പറയുന്നു മരുഭൂമിയാണെന്ന്. മരുഭൂമി എന്നിവിടെ പറയാൻ കാരണം നമുക്കറിയാം, വേദാന്തത്തെ ചിന്തിക്കുന്ന, ഇതിനു മുമ്പ് ദർശനമാല തുടങ്ങിയ കൃതികൾ അധ്യയനം ചെയ്ത പഠിതാക്കൾക്ക് ഈ ആദ്യ ഭാഗത്തിന്റെ അർത്ഥം ഗ്രഹിക്കാൻ സാധിക്കും. വളരെ പ്രസിദ്ധമായ മരുമരീചിക എന്ന ദൃഷ്ടാന്തമാണ് കുമാരനാശാൻ ഇവിടെ കാണിക്കുന്നത്. നമ്മൾ മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വലിയ ദാഹം വന്നു. എവിടെയും വെള്ളം കാണുന്നില്ല. 4 ഭാഗത്തും നോക്കി, അയ്യോ ഭയങ്കര ദാഹമാണ്, ഇച്ചിരി വെള്ളം കുടിക്കണം. അതാ ദൂരെ ഒരു സ്ഥലത്ത് നല്ല തെളിനീര്. ഉടനെ ഓടി ആ ദാഹാർത്ഥമായ ഭാവത്തോടു കൂടി ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് ഓടി കൈകള് കൊണ്ട് കോരി കുടിക്കാനുള്ള ആർത്തിയോടുകൂടി ആ വെള്ളം കോരി വായിലേക്ക് വെക്കുമ്പോഴാണ് അത് കേവലം മണലാണെന്ന് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ്? കാരണം മരുഭൂമിയുടെ ഒരു ഭൗമശാസ്ത്രം, അതിന്റെ ഫലമായി സൂര്യപ്രകാശം ചില ഭാഗങ്ങളിൽ തട്ടുമ്പോൾ ആ സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്യും, അത് പ്രതിഫലിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണിനൊരു ഭ്രമം വരും. അവിടെ നല്ലൊരു ജലാശയമുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? മരുപ്പച്ച യാഥാർത്ഥ്യവുമായിട്ടുണ്ട് ഒയാസിസ്. അല്ലാതെ നമുക്ക് ഭ്രമമായിട്ട് തോന്നുന്ന രീതിയിൽ അവിടെ വെള്ളം ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ പ്രസിദ്ധമായ ഒരു വേദാന്ത ദൃഷ്ടാന്തമാണ്. പല കൃതികളിലും പല സന്ദർഭങ്ങളിലും നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. ആധുനിക കാലത്ത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നല്ല നേരെയുള്ള റോഡ്, ചിലപ്പോൾ ദൂരെ ആ റോഡിൽ നല്ല വെള്ളം ഉള്ളതായിട്ട് കാണാൻ പറ്റും. വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കും, കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. എന്നാൽ അതിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം? അത് വെള്ളമല്ലാന്ന് മനസ്സിലാക്കാം. ഈ വേദാന്ത ദൃഷ്ടാന്തത്തെയാണ് മരുമരീചിക എന്ന് പറയുന്നത്. ഈ മരുമരീചികയാണ് ശ്ലോകത്തിന്റെ ആദ്യ ഭാഗത്തിൽ കുമാരനാശാൻ ദേവിയുടെ സ്വരൂപത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നാം കണ്ടിരിക്കുന്ന ആ ജലം എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ച് അത് സത്യമാണ്. നാം ആ ജലം കണ്ടിട്ടില്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. നിങ്ങൾ റോഡിലൂടെ പോകുമ്പോൾ നേരത്തെ പറഞ്ഞ ആ പ്രതിഭാസം നമുക്ക് അനുഭവപ്പെട്ടാൽ ആ അനുഭവപ്പെടുന്ന കാലത്ത് അത് സത്യമാണ്. ഒരു മരുഭൂമിയിലൂടെ ഒരു വ്യക്തി പോകുമ്പോൾ ആ വ്യക്തി ദൂരെ ഇങ്ങനെ സൂര്യപ്രകാശം റിഫ്ലക്ട് ചെയ്ത് അവിടെ ഒരു നദി ഉള്ളതായിട്ട് ആ വ്യക്തിക്ക് അനുഭവപ്പെടുന്നു. ആ അനുഭവം ആ വ്യക്തിയുടെ അനുഭവമാണ്. എങ്ങനെയുള്ള അനുഭവം? സത്യമായിരിക്കുന്ന അനുഭവമാണ്. സത്യമായിരിക്കുന്ന അനുഭവം ആയതുകൊണ്ടാണ് ആ വ്യക്തി അതിലേക്ക് പോയത്, ആ വെള്ളം കുടിക്കാൻ വേണ്ടി പോയത്. അത് കളവാണ്, തോന്നലാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തി അങ്ങോട്ട് പോകില്ല. അപ്പൊ ആ വ്യക്തിയെ സംബന്ധിച്ച് താൻ കണ്ടിരിക്കുന്ന മരുപ്പച്ച ജലം എന്ന് പറയുന്നത് സത്യമാണ്.
ഇപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പരിബാധിത എന്നുള്ള വാക്കിന്റെ വിചാരത്തിൽ നമ്മൾ ഇത് ചർച്ച ചെയ്തതാണ്. ഈ ലോകം ഇല്ലാത്തതാണ് എന്ന് ഗുരുദേവ ദർശനം ഒരിക്കലും പറയുന്നില്ല. മറിച്ച് ഈ ലോകത്തിന് സത്യത്വമുണ്ട്. എങ്ങനെയുള്ള സത്യത്വമാണ്? അതിനെയാണ് പ്രാതിഭാസിക സത്യം എന്ന് പറയുന്നത്. പ്രതിഭാസിക്കുകയാണ്. അപ്പോ ഈ ലോകം, ഇതം ജഗത്ത് എന്ന് പറയുന്നത് ആ മരുഭൂമിയിലെ ജലം കണക്ക്, നമുക്ക് അനുഭവപ്പെട്ട ആ ജലം കണക്ക് പ്രതിഭാസിക്കുകയാണെന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, അങ്ങനെ ഒരു ജലം അവിടെ നമ്മൾ കാണണമെങ്കിൽ ആ ജലത്തിന് പ്രതിഭാസിക്കാൻ ഒരു അധിഷ്ഠാനം വേണം, ഒരു ബേസ് വേണം. ബേസ് ഇല്ലാതെ ഒരിക്കലും ജലം പ്രതിഭാസിക്കില്ല. ഇതിന്റെ മറ്റൊരു ഉദാഹരണമാണ് രജ്ജു സർപ്പം. നമ്മളത് ചിന്തിച്ചതാണ്. രാത്രിയിൽ കയറിൽ നമ്മൾ പാമ്പിനെ കണ്ട് പേടിച്ചു, അയ്യോ അതാ പാമ്പ് എന്ന് പറഞ്ഞ് പേടിച്ചു. അങ്ങനെ പാമ്പിനെ കാണണമെങ്കിൽ അവിടെ അധിഷ്ഠാനമായി, ബേസായി ഒരു കയറ് നേരത്തെ വേണം. അതേപോലെ മരുഭൂമിയിൽ മരുപ്പച്ച എന്ന് പറയുന്ന ആ മിഥ്യാജലത്തെ കണ്ട് നമുക്ക് ഭ്രമം വന്നിട്ടുണ്ടെങ്കിൽ ആ ജലത്തിന് അവിടെ തിളങ്ങാൻ, വിളങ്ങാൻ, പ്രാതിഭാസികമായി പ്രകടിതമാകാൻ ഒരു ബേസ് വേണം. ആ ബേസ് എന്താണ്? ആ ബേസാണ് മരുഭൂമി. ആ മണലും സൂര്യപ്രകാശവും ഒക്കെ ആ മരുപ്പച്ച ഉണ്ടാക്കിയ അധിഷ്ഠാനങ്ങളാണ്. ആ മരുഭൂമി ഇല്ലെങ്കിൽ ഒരിക്കലും മരുപ്പച്ച ഉണ്ടാവില്ല. അതേപോലെ ഈ നമ്മുടെ മുമ്പിൽ ജ്വലിച്ചു നിൽക്കുന്ന ഈ ലോകം, ജഗത്ത്, ഇതം ജഗത്, ഈ ലോകം, ഇതൊരു പ്രാതിഭാസിക സത്യമാണെങ്കിൽ ഈ പ്രാതിഭാസിക സത്യത്തിന് പ്രകടമാകാൻ ഒരു അധിഷ്ഠാനം കൂടിയേ തീരും. അധിഷ്ഠാനമില്ലാതെ ഒരിക്കലും പ്രാതിഭാസിക സത്യം പ്രകടമാകില്ല. ഇപ്പൊ സത്യങ്ങളുടെ 3 നിർവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാരമാർത്ഥിക സത്യം, അബ്സല്യൂട്ട് ട്രൂത്ത്, പിന്നെ പ്രാതിഭാസിക സത്യം, വ്യാവഹാരിക സത്യം. ഈ ലോകം നമ്മെ സംബന്ധിച്ച് സത്യമാണ്. എപ്രകാരമുള്ള സത്യമാണ്? മരുമരീചിക എന്ന പ്രാതിഭാസിക സത്യം പോലെ ഈ ലോകവും സത്യമാണ്. അപ്പൊ മരുമരീചിക എന്നുള്ള പ്രാതിഭാസിക സത്യത്തിന് അതിന് പ്രകടമാകാൻ, നിലനിൽക്കാൻ ഒരു അധിഷ്ഠാനം കൂടിയേ തീരും. രാത്രിയിൽ നമ്മെ ഭയപ്പെടുത്തുന്ന പാമ്പ് എന്ന് പറയുന്ന ആ പ്രാതിഭാസിക സത്യത്തിന് അതിന് പ്രകടമാകാൻ കയറ് എന്ന് പറയുന്ന അധിഷ്ഠാനം കൂടിയേ തീരും. ഇവിടെ കുമാരനാശാൻ ഇതം ജഗത് മരീചിക, ഈ ലോകം ഒരു മരീചികയാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇപ്പൊ ലോകം മരീചികയാണെങ്കിൽ ആ മരീചികക്ക് പ്രകടമാകാൻ ഒരു അധിഷ്ഠാനം കൂടിയേ തീരും. അധിഷ്ഠാനമില്ലാതെ, ബേസ് ഇല്ലാതെ ഒരിക്കലും പ്രാതിഭാസിക സത്യം പ്രകടമാകില്ല. അപ്പൊ ദൃഷ്ടാന്തം എന്തിനാണ് പറഞ്ഞത്? ദൃഷ്ടാന്തം പറഞ്ഞത് നമ്മുടെ ബുദ്ധിയെ ഇതിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. മരുമരീചിക എന്ന പ്രാതിഭാസിക സത്യം പോലെയാണ് ഇതം ജഗത്ത്, ഈ ലോകം. സമ്മതിച്ചു. മരുമരീചികക്ക് പ്രകടമാകാൻ മരുഭൂമി ആവശ്യമാണ്, അധിഷ്ഠാനം ആവശ്യമാണ്. അതേപോലെ ഈ ലോകത്തിന് ഇതൊരു പ്രാതിഭാസിക സത്യമാണെങ്കിൽ ഈ ലോകത്തിന് പ്രകടമാകാൻ അധിഷ്ഠാനം കൂടിയേ തീരൂ എന്ന് പറയും. മരീചികയുടെ അധിഷ്ഠാനം എന്താണ്? മരവും, മരവും. അപ്പൊ ഇവിടെ ആ മരുഭൂമിക്ക് കുമാരനാശൻ ഒരു വിശേഷണം കൊടുത്തു, അസ്ഥിഭാതി സുഖമാത്ര ലക്ഷണേ എന്നുള്ളത്. അത് വളരെ ഗംഭീരമായൊരു സമന്വയമാണ്. സാധാരണഗതിയിൽ മരുമരീചിക എന്ന് പറഞ്ഞൊരു ദൃഷ്ടാന്തത്തിന്റെ തലത്തിൽ മാത്രം ഒതുക്കി ചർച്ച ചെയ്യുന്ന ഈ ഒരു പ്രക്രിയ ഒരു വിശേഷണം കൂടി ചേർത്ത് അതിനൊരു ഗംഭീരതയെ കൊണ്ടുവന്നു. അപ്പൊ ഈ ലോകമാകുന്ന മരുപ്പച്ച ഏത് അധിഷ്ഠാനത്തിലാണ് പ്രകടമാകുന്നത്? അസ്ഥിഭാതി സുഖമാത്ര ലക്ഷണയായിട്ടുള്ള ജഗദംബിക എന്ന ആധാരത്തിലാണ് ഈ ലോകമാകുന്ന മരീചിക പ്രകടമാകുന്നത് എന്ന് ആശാൻ പറഞ്ഞു. അപ്പൊ ആശാന്റെ ദൃഷ്ടിയിൽ ദേവി എന്ന് പറയുന്നത് കേവലം ബ്രഹ്മത്തെ ആശ്രയിച്ച് അഭിന്നയും അനന്യമായി നിൽക്കുന്ന ശക്തി സ്വരൂപിണിയാണ് എന്ന പരമ്പരാഗതമായ കാഴ്ചപ്പാടിനെ പോലും മറികടന്നുകൊണ്ട് സ്വയം ബ്രഹ്മം തന്നെയാണ്, പരബ്രഹ്മ തത്വം തന്നെയാണ് ശാരദാംബിക എന്ന് ആശാൻ പ്രഖ്യാപിക്കുന്നു. അപ്പൊ അസ്ഥിഭാതി സുഖമാത്ര ലക്ഷണമാകുന്ന ആ പരബ്രഹ്മ തത്വത്തിൽ ഈ ലോകം ഒരു മരീചിക പോലെ പ്രകടമാകുന്നു എന്നാണ് ആദ്യ ഭാഗത്തിന് അർത്ഥം. എപ്രകാരമാണോ മരുഭൂമിയിൽ മരുപ്പച്ച കാണുന്നത്,
ആ മരുഭൂമി അസ്ഥി ഭാതി സുഖമാത്ര ലക്ഷണയായിട്ടുള്ള അധിഷ്ഠാന സ്വരൂപിണിയായിട്ടുള്ള ജഗദംബികയാണ്. ആ ജഗദംബികയിലാണ് മരുപ്പച്ച എന്ന കണക്ക് ഇതം ജഗത്ത് പ്രകടമാകുന്നത്, ഈ ലോകം പ്രകടമാകുന്നത്. അപ്പൊ ആ ലക്ഷണത്തെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പും ഈ ലക്ഷണത്തെ ചിന്തിച്ചിട്ടുണ്ട്. അസ്ഥിഭാതി സുഖമാത്ര ലക്ഷണം. മാത്രം എന്ന് പറഞ്ഞാൽ മാത്രച്ച് എന്നുള്ളൊരു പ്രത്യയമുണ്ട് സംസ്കൃതത്തിൽ. അത് ചേർത്ത് അത് മാത്രം. ഒരു പഞ്ചസാരയിൽ ഒരു പാത്രത്തിൽ പഞ്ചസാരയുണ്ട്, കുറെ പഞ്ചസാരയുണ്ട്. പഞ്ചസാര മാത്രം എന്ന് പറയും. ഒരു ചായയിൽ നമുക്ക് ജലം മാത്രം എന്ന് പറയാൻ സാധിക്കില്ല. ജലമുണ്ട്, പാലുണ്ട്, പാൽപ്പൊടി അല്ലെങ്കിൽ ചായപ്പൊടി, പല സംഭവങ്ങളുണ്ട്. ഒരു പഞ്ചസാര പാത്രത്തിൽ പഞ്ചസാര മാത്രം അല്ലെങ്കിൽ ഉപ്പ് മാത്രം എന്ന് പറയും. അത് മാത്രമായിരിക്കുന്ന അവസ്ഥയാണ് എന്ത് മാത്രം എന്നുള്ള വാക്കിലൂടെ സൂചിപ്പിക്കും. അപ്പൊ അസ്ഥിഭാതി സുഖം മാത്രം, ഈ അസ്ഥിഭാതി സുഖം എന്നിവ മാത്രമായിരിക്കുന്ന ലക്ഷണത്തോട് കൂടി അധിഷ്ഠാന സ്വരൂപിണി. അസ്ഥി എന്ന് പറയുമ്പോൾ ഉണ്മ എന്നാണ് അർത്ഥം. ഈ ലോകത്ത് സർവചരാചരങ്ങൾക്കും ഏറ്റവും ആദ്യം അനുഭവപ്പെടുന്നത് അസ്തിത്വമാണ്. നമുക്ക് ഈ ലോകത്തെ എല്ലാത്തിനും നിഷേധിക്കാൻ സാധിക്കാം, നിഷേധിക്കാൻ സാധിച്ചേക്കാം. ഒന്നുമില്ല, ഇവിടെ ദൈവമില്ല, ഈശ്വരനില്ല, ഒന്നുമില്ല, സൂര്യനില്ല, അഗ്നിയില്ല, ചന്ദ്രനില്ല, ഒന്നുമില്ല, എല്ലാത്തിനും നിഷേധിക്കാം. കാരണം നമ്മൾ നിഷേധികളായിട്ടാണ് വളരുന്നത്. എല്ലാവർക്കും നിഷേധികളായിട്ട് വളരാൻ വലിയ താല്പര്യമാണ്. ഒന്നിനെ സ്വീകരിക്കാനുള്ള സ്വീകൃതി മനോഭാവം ഉണ്ടാകാനാണ് നല്ല കഠിനമായ പ്രയാസമുള്ളത്. അപ്പൊ നമുക്ക് എല്ലാത്തിനെയും വേണമെങ്കിൽ നിഷേധിക്കാം. പക്ഷെ എത്ര വലിയ നിഷേധിയായ വ്യക്തിക്കും ഞാൻ ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല. ആർക്കും പറയാൻ സാധിക്കുമോ ഞാൻ ഇല്ല എന്നുള്ളത്? ഏതെങ്കിലും ഒരു നിരീശ്വരവാദിക്കോ ഏതെങ്കിലും ഒരു യുക്തിവാദിക്കോ ഞാൻ ഇല്ല എന്ന് പറയാൻ സാധിക്കും? ഞാൻ ഉണ്ട്, ഞാൻ നിരന്തരമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും നിരന്തരമായ അനുഭവം. ഞാൻ ഉള്ളത് കൊണ്ടാണ് എനിക്ക് എൻ്റെ മുമ്പിൽ ബന്ധുക്കൾ ഉള്ളത്, സുഹൃത്തുക്കൾ ഉള്ളത്, ഈ ലോകം പോലും ഉള്ളത്. ഞാനില്ലെങ്കിൽ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് കണക്കാക്കുന്ന എൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, ഇവരൊക്കെ എനിക്ക് പ്രിയപ്പെട്ടതായി തീരുന്നത് ഞാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എൻ്റെ ഉണ്മ എന്ന് പറയുന്നത്, എൻ്റെ ഉണ്മയിലാണ് ഈ ലോകം മുഴുവൻ കിടക്കുന്നത്. അതുണ്ട്, ഇതുണ്ട്, അവനുണ്ട്, അവളുണ്ട് എന്ന് നമ്മളൊക്കെ പറയുമ്പോഴും എല്ലാത്തിലും അനുസ്യൂതമായിട്ട് ഉണ്മ വ്യാപിച്ചിരിക്കുന്നു. പദാർത്ഥങ്ങൾ വ്യത്യസ്തമാണ്. കല്ലുണ്ട്, പുഴയുണ്ട്, മരമുണ്ട്. ഇങ്ങനെ ഉണ്ട് ചേർത്ത് എന്തൊക്കെ നമ്മൾ പറയുന്നു, അതൊക്കെ പദാർത്ഥങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അവയിലെല്ലാം വ്യാപിച്ചിരിക്കുന്ന, അനുസ്യൂതം വ്യാപിച്ചിരിക്കുന്ന ഉണ്മ, എക്സിസ്റ്റൻസ്, അത് ഏകമാണ്. അപ്പൊ ദേവിയുടെ ആദ്യ ലക്ഷണം എന്താണ്? അസ്തിത്വ സ്വരൂപിണിയാണ്. അസ്ഥി മാത്രമാണ്. അസ്ഥി എന്ന് പറയുമ്പോൾ ഉണ്ട്, ഉണ്ട്. ഈശ്വരനെ വിശ്വസിക്കാത്ത ആ ഒരു വ്യക്തിയോട് നമ്മൾ ചോദിക്കുന്നു, നീ ഈശ്വരനെ വിശ്വസിക്കുന്നു? ഇല്ല. ഈശ്വരനുണ്ടോ? ഇല്ല. ഗണപതി ഉണ്ടോ? ഇല്ല. സുബ്രഹ്മണ്യനുണ്ടോ? ഇല്ല. അള്ളാഹു ഉണ്ടോ? ഇല്ല. യഹോവയുണ്ടോ? ഇല്ല. അങ്ങനെ എല്ലാ പ്രകാരത്തിലും പറയുന്ന എല്ലാ ഈശ്വര സങ്കല്പങ്ങളും ഇല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചാലും നീ ഉണ്ടോ? ഞാനും ഇല്ല എന്ന് ആരെങ്കിലും പറയുന്നു? ഒരാളും പറയില്ല. അപ്പൊ അസ്തിത്വം എന്നുള്ളത് സർവചരാചരങ്ങൾക്കും അനുസ്യൂതം അനുഭവപ്പെടുന്നു. കാരണം എന്താണ്? ദേവിയുടെ സ്വരൂപം അസ്ഥി മാത്രമാണ്, ഉണ്മയാണ്. ഉണ്മയായിട്ട് ദേവി അനുഭവപ്പെടുന്നു, ഉണ്മ. ഇപ്പൊ രണ്ടാമത്തെ ചോദ്യം, ഈ ഉണ്മ എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ടോ? കല്ലുണ്ട്, മരമുണ്ട്, ഞാനുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ കല്ലിനോ മരത്തിനോ അത് ഉണ്ട് എന്നുള്ള അനുഭവമില്ല. അപ്പൊ ഞാൻ ഉണ്ടായാൽ മാത്രം പോരാ, ഞാൻ ഉണ്ട് എന്നുള്ള തോന്നലും എനിക്ക് വേണം. അപ്പൊ അവിടെ കല്ലുണ്ട്, പക്ഷെ ആ കല്ലിനറിയില്ല ഞാനിതാ ഉണ്മയായി നിലനിൽക്കുന്നു. ഒരു മരത്തിനറിയില്ല ഞാനിതാ ഉണ്മയായി നിലനിൽക്കുന്നു. പക്ഷെ നമുക്കറിയാം ഞാൻ ഉണ്ട് എന്നും അറിയാം, ആ ഉണ്ട് എന്നുള്ള തിരിച്ചറിവും നമുക്കുണ്ട്. അപ്പൊ തൻ്റെ അസ്തിത്വത്തെ കുറിച്ചുള്ള ആ തിരിച്ചറിവിനെയാണ് ഭാതി എന്ന് പറയുന്നത്. ഭാതി എന്ന് പറയുമ്പോൾ ആ വാക്കിനകത്ത് പ്രകാശിപ്പിക്കുക എന്നാണ്. പ്രകാശിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ അന്ധകാരമയമായിരിക്കുന്ന ഒരു സ്ഥലം, അവിടെ വസ്തുക്കളെ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല. ഒരു വിളക്ക് തെളിയിച്ചാൽ വസ്തുക്കളെ കാണാൻ സാധിക്കും. ആ വസ്തുക്കളെ കാണാൻ നമ്മെ സഹായിച്ചത് ആ തെളിയിച്ച വിളക്കാണ്. അതേപോലെ തന്നെ ഈ ലോകത്തെ അറിയാനും സ്വയം നമ്മെ അറിയാനും നമ്മെ പ്രാപ്തമാക്കിയത് ബോധത്തിലെ കോൺഷ്യസ് എന്ന് പറയുന്ന ആ വിളക്കാണ്.
അതുകൊണ്ട് ഭാതി എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ട് എന്നതിനെ ഞാൻ തിരിച്ചറിയുന്നത് ആ ബോധം ആ ഉണ്മയെ പ്രകടമാക്കുമ്പോഴാണ്, തെളിയിക്കുമ്പോഴാണ്. എപ്രകാരമാണോ ഇരുട്ടിൽ വിളക്ക് തെളിയിച്ചാൽ ലോകത്തെ എനിക്ക് അറിയാൻ സാധിക്കുന്നത്, അതേപോലെ എൻ്റെ ഉള്ളിൽ ബോധം കോൺഷ്യസ് ഒരു പ്രകാശമായി തെളിഞ്ഞതുകൊണ്ടാണ് എനിക്ക് ലോകത്തെ അറിയാൻ സാധിക്കുന്നത്, എന്നെയും അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഭാതി എന്നുള്ളത് എവിടേക്കാണ് ഉണ്മയുള്ളത് അവിടേക്ക് ഈ ഭാതിയും ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ, ചില പ്രതലങ്ങളിൽ അതിന്റെ പ്രകടനത്തിന്റെ അളവ് കുറഞ്ഞിരിക്കും, കൂടിയിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ഉദാഹരണം, ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ സൂര്യപ്രകാശം പതിക്കുന്നു. അവിടെ നല്ല മിനുസമുള്ള പ്രതലത്തിൽ സൂര്യപ്രകാശം ശക്തമായിട്ട് പ്രതിഫലിക്കും. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ അത് പ്രതിഫലിക്കില്ല, കുറയും എന്ന് കരുതി അവിടെ സൂര്യപ്രകാശം പതിയാതിരിക്കുന്നില്ല. ഭൂമിയുടെ എല്ലാ കല്ലിലും മണ്ണിലും ഒക്കെ സൂര്യപ്രകാശം പതിയുന്നുണ്ട്. പക്ഷെ മിനുസമായ സ്ഥലത്ത് നന്നായിട്ട് അതിന് റിഫ്ലക്റ്റ് ഉണ്ടാകും. അതേപോലെ നമ്മുടെ അന്തർകരണം എത്രത്തോളം സൂക്ഷ്മമാണോ അത്രത്തോളം ആ ബോധത്തിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. ഈ റിഫ്ലക്ഷനെയാണ് എന്ത് പറയുന്നത്, ഭാതി എന്ന് പറയുന്നത്. ജഡമയമായിരിക്കുന്ന പദാർത്ഥങ്ങളിൽ അസ്തിത്വം ഉണ്ടെങ്കിലും സൂക്ഷ്മമായ അന്തർകരണം ഇല്ലാത്തത് കൊണ്ട് ആ അസ്തിത്വത്തിന് ഭാതി രൂപേണ പ്രകടമാകാൻ കഴിയില്ല. അപ്പൊ അസ്ഥി എന്ന് പറയുമ്പോൾ ഉണ്മ, ഭാതി എന്ന് പറയുമ്പോൾ ആ ഉണ്മയെ കുറിച്ച് ഉള്ള എൻ്റെ തിരിച്ചറിവ്, കോൺഷ്യസ് ബോധം, ആ തിരിച്ചറിവാണ് ഞാൻ ഈ ലോകത്തെ അറിയുന്നത്. സുഖം, സുഖത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സുഷ്ടുഹു ഖം എന്നാണ് സുഖത്തിന്റെ ഒരു നിരുക്തം. ഖം എന്ന് പറഞ്ഞാൽ ആകാശം, സുഷ്ടുഹു എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ ആകാശം. സുഖത്തിന്റെ ആധാരം എന്താണ്? സുഖത്തിന്റെ ആധാരമായിരിക്കുന്നത് വിശാലതയാണ്. നാം എത്രത്തോളം വിശാലതയിലേക്ക് പോകുന്നു അത്രത്തോളം നമുക്ക് പരിധിയില്ലാത്ത സുഖാനുഭവത്തിൽ ലഭിക്കും. ആകാശത്തിന്റെ അർത്ഥം എന്താണ്? ആകാശം വിശാലമാണ്. ആകാശത്തിന് എവിടെയും തടസ്സമില്ല, എവിടെയും പരിമിതിയില്ല. ഇപ്പൊ സുഷ്ടുഹു ഖം എന്ന് സുഖത്തിന്റെ ഒരു നിരുക്തമായിട്ട് ആചാര്യന്മാർ പറയുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച കാര്യം വീണ്ടും ആവർത്തിക്കാം. നമുക്ക് ഈ ലോകത്ത് ഏറ്റവും സുഖം തരുന്നത് ഏത് വസ്തുവാണോ ആ വസ്തുവിനോടാണ് നമുക്ക് ഇഷ്ടമുണ്ടാകുന്നത്. ഒരു വ്യക്തി നമുക്ക് എത്രത്തോളം കാലം അനുകൂലമായ സുഖ അനുഭവത്തെ തരുന്നുവോ അത്രത്തോളം കാലം നമുക്ക് ആ വ്യക്തിയോട് ഇഷ്ടമുണ്ടായിരിക്കും. ആ വ്യക്തി മാനസികമായി നമ്മെ സുഖിപ്പിക്കുന്നു, ശാരീരികമായി, വൈകാരികമായി എല്ലാം ആ വ്യക്തിയിൽ നിന്ന് സുഖ അനുഭവത്തെ ലഭിക്കുന്ന കാലത്തോളം നമുക്ക് ആ വ്യക്തിയോട് ഇഷ്ടമുണ്ടാകും. ഇന്നലെ വരെ ഇഷ്ടമുള്ള വ്യക്തിയെ നാം ഇന്ന് ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം എന്താണ്? ഇന്നലെ വരെ എനിക്ക് ആ വ്യക്തിയിൽ നിന്ന് ലഭിച്ച ആ സുഖാനുഭവം എൻ്റെ മനസ്സിനെ, ശരീരത്തെ, ചിന്തകളെ ത്രസിപ്പിച്ച ആ സുഖാനുഭവം ഇന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇഷ്ടം നമുക്ക് കുറഞ്ഞു വരും. അപ്പൊ നമുക്ക് ഒന്നിനോട് ഇഷ്ടമുണ്ടാകണമെങ്കിൽ അവിടെ നിന്ന് സുഖം ലഭിച്ചേ പറ്റൂ എന്നുള്ളത് നിയമമാണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്ത് നമുക്ക് ഏതിനോടാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആ ഇഷ്ടമുള്ള വസ്തുവിനായിരിക്കും ഏറ്റവും കൂടുതൽ സുഖമുള്ളത്. സുഖത്തിനോടാണ് നമ്മുടെ ഇഷ്ടം. അപ്പൊ കൂടിയ സുഖത്തിനോട് കൂടിയ ഇഷ്ടം, ഇനിയും കൂടിയ സുഖത്തിനോട് അതിനേക്കാൾ കൂടുതൽ ഇഷ്ടം. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടം തോന്നുന്ന വസ്തു എന്താണോ അതിൽ നിന്നാണ് നമുക്ക് ഏറ്റവും സുഖവും കിട്ടുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു, ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ളത് നമ്മളെ തന്നെയാണ്. നമ്മൾ കഴിഞ്ഞിട്ട് നമുക്ക് മറ്റെന്തും ഉള്ളൂ. നമുക്ക് നാം ഏറ്റവും പ്രിയപ്പെട്ടതായത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്വരൂപം സുഖസ്വരൂപമായിരിക്കുന്നതുകൊണ്ട്. നമുക്ക് നമ്മളിൽ നിന്ന് നിരന്തരം സുഖാനുഭവത്തെ കിട്ടുന്നുണ്ട്. നാം നമ്മളിലാണ് ഏറ്റവും കൂടുതൽ രമിക്കുന്നത്. നമ്മുടെ രമണത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ, വസ്തുക്കൾ, വൈഭവങ്ങൾ, വ്യക്തികളെല്ലാം നാം ഉപയോഗിക്കുന്നത്. നാം നിരന്തരം, ഒരാൾ നമ്മെ സ്നേഹിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു. ദർശനമാലയിൽ ഗുരു അത് പറഞ്ഞിട്ടുണ്ട്, ഭാര്യ ഭജതി ഭർത്താരം. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുമ്പോൾ ഭാര്യയുടെ ഉള്ളിലല്ലേ സുഖാനുഭവം ഉണ്ടാവുന്നത്. ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോൾ ഭർത്താവിന്റെ ഉള്ളിൽ സുഖാനുഭവം ഉണ്ടാവും. ഗുരു ശിഷ്യനെ സ്നേഹിക്കുമ്പോൾ ഗുരുവിന്റെ ഉള്ളിൽ സുഖം. ശിഷ്യൻ ഗുരുവിനെ സ്നേഹിക്കുമ്പോൾ ശിഷ്യന്റെ ഉള്ളിൽ സുഖം. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് നിരന്തരം സുഖാനുഭവം ഉണ്ടാവുന്നത്. നാം നമ്മെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ സ്വരൂപം സുഖമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് നമ്മെ തന്നെ ഭയങ്കര അസഹ്യമായിട്ട് തോന്നും, വെറുപ്പായിട്ട് തോന്നും. പുറമേ ഞാൻ മടുത്തു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ എന്നിൽ നിരന്തരം രമിക്കുന്നു. അപ്പൊ സ്വരൂപം എന്താണ്? സ്വരൂപം
ഉണ്മയുള്ളതാണ്, അസ്ഥി മാത്രമാണ്, ബോധമുള്ളതാണ്, ആ അസ്തിത്വത്തെ തിരിച്ചറിയാൻ കഴിവുണ്ട്, സുഖമുള്ളതാണ്, അത് നിരന്തരം സുഖാനുഭവത്തെ തരുന്നതാണ്. അപ്പൊ അസ്ഥിഭാതി സുഖമാത്ര ലക്ഷണമായിരിക്കുന്ന അധിഷ്ഠാന തത്വമായിരിക്കുന്ന ദേവിയിലാണ് ഇതം ജഗത് മരീചിക, ഈ കാണപ്പെടുന്ന പ്രാതിഭാസിക സത്യത്വമുള്ള ഈ ജഗത്ത് പ്രതിഭാസിക്കുന്നത്. അങ്ങനെയുള്ള ദേവി, ഈ വാചകം മൊത്തം ദേവിയുടെ വിശേഷണമാണ്. ത്വം എന്ന് ഇവിടെ ദേവിയെ പറഞ്ഞിരിക്കുന്നു. ആ ത്വം എന്നുള്ളതിന്റെ വിശേഷണമാണ് ഈ വാചകം മുഴുവൻ. അപ്പൊ ത്വം എന്നുള്ളതിന്റെ അടുത്ത വിശേഷണമാണ് നിഷ്കല എന്ന് പറയും. കല എന്ന് പറയുമ്പോൾ പാർട്ടാണ്. പാർട്ട് മീൻസ് ഭാഗങ്ങൾ. ദേവി അവയവരഹിതയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ദേവിയുടെ മൂർത്ത രൂപമുണ്ട്, ഒരുപാട് കൈകളും, അതിനെല്ലാം ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന സർവത്ര വ്യാപിച്ചിരിക്കുന്ന എല്ലാത്തിന്റെയും അധിഷ്ഠാനമായ പരബ്രഹ്മ തത്വമായിട്ടാണ് ദേവിയെ വർണ്ണിക്കുന്നത്. അപ്പൊ ഒന്നിൽ കലകൾ ഉണ്ടാകണമെങ്കിൽ, പാർട്ട് ഉണ്ടാകണമെങ്കിൽ അത് സർവവ്യാപി ആയിരിക്കരുത്. സർവവ്യാപിയായിരിക്കുന്ന ഒരു തത്വത്തിന് ഒരിക്കലും പാർട്ട് ഉണ്ടാവില്ല, അത് നിഷ്കളമായിരിക്കും. ഈ ആശയം മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം സർവവ്യാപി, എല്ലാത്തിലും സർവഗതമായിരിക്കുന്ന ഒരു വസ്തുവിന് നമുക്ക് എങ്ങനെയാണ് ഒരു പാർട്ട് കാണിക്കാൻ സാധിക്കുക? പാർട്ട് കാണിക്കണമെങ്കിൽ ആ വസ്തു ഏകദേശീയായിരിക്കണം. ഏകദേശം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് മാത്രമേ ഉള്ളത്. ഇപ്പൊ നമ്മുടെയൊക്കെ രൂപവും ഭാവവും എന്താണ്, ഇവിടെ മാത്രമുണ്ട്. ഇപ്പൊ നമുക്ക് തലയുണ്ട്, കൈയുണ്ട്, അല്ലെങ്കിൽ ഒരു മരം, ആ മരം അവിടെ മാത്രമുണ്ട്. ഒരു കുളം ഒരു സ്ഥലത്ത് മാത്രം, ഒരു പരിമിതപ്പെട്ട സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന ഒന്നിനാണ് പാർട്ട് ഉണ്ടാകുന്നത്. അപരിമിതമായ ഒന്നിന്, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒന്നിന് നമുക്ക് പാർട്ട് കാണിക്കാൻ സാധിക്കില്ല. അപ്പൊ ദേവി സർവവ്യാപി ആയതിനാൽ ദേവി നിഷ്കല സ്വരൂപിണിയാണ്, അവയവരഹിതയാണ്, കലകൾ ഇല്ലാത്തവളാണ്. കല മീൻസ് നമ്മുടെ നൃത്യാദി കലകളല്ല, പാർട്ട് എന്നർത്ഥം മനസ്സിലാക്കും. സംവിത് സ്വരൂപിണിയാണ്. സംവിത് എന്നുള്ള വാക്ക് പ്രത്യേകിച്ച് ഇവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. സംവിത് അത് ഉപനിഷത്തുകളിൽ പരബ്രഹ്മത്തെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് സംവിത്. സംവിത് എന്ന് പറഞ്ഞാൽ സമ്യക്കായിട്ട് അറിയുക. വിത് എന്ന് പറയുമ്പോൾ അറിവാണ്, ജ്ഞാനം. വിത് ജ്ഞാനം, നല്ല പ്രകാരത്തിൽ അറിയുന്നവർ, ശ്രേഷ്ഠമായിട്ട് അറിയപ്പെടുന്നവർ. ഇവിടെ നമുക്ക് സംശയം വരും. എന്താണ് സംശയം? സംശയം എന്ന് പറയുമ്പോൾ നാം ഒന്നിനെ അറിയുക എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മളിൽ നിന്നും ഭിന്നമായ ഒന്നിനെ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കൂ. നമ്മളിൽ നിന്നും ഭിന്നമല്ലാത്ത ഒന്നിനെ നമുക്ക് അറിയാൻ സാധിക്കും. നമുക്ക് കണ്ണാടിയിൽ നമ്മെ കാണാൻ സാധിക്കുന്നു. കണ്ണുകൊണ്ട് നമുക്ക് എന്തോ കാണാൻ സാധിക്കുന്നു. കണ്ണുകൊണ്ട് ഈ ലോകത്തെ പലതിനെയും കാണാൻ സാധിക്കുന്നു. പക്ഷെ കണ്ണുകൊണ്ട് ഒരിക്കലും കണ്ണിനെ കാണാൻ സാധിക്കില്ല. കണ്ണുകൊണ്ട് കൈ കാണാം, കാല് കാണാം, അങ്ങനെ പല സംഭവങ്ങളും കാണാം. പക്ഷെ കണ്ണുകൊണ്ട് സ്വയം കണ്ണിനെ കാണാൻ സാധിക്കുമോ? ഇല്ലല്ലോ. അതേപോലെ നമുക്ക് ഒന്നിനെ അറിയണമെങ്കിൽ അത് നമ്മിൽ നിന്ന് ഭിന്നമായിരിക്കണം. നമ്മിൽ നിന്ന് ഭിന്നമല്ലാത്ത ഒന്നിനെ നമുക്ക് അറിയാൻ സാധിക്കില്ല. അപ്പൊ ഞാൻ ഒന്നിനെ അറിയുന്നു. സംവിത് എന്ന വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠമായ രീതിയിൽ അറിയപ്പെടുന്നവളെന്നാണ്. അപ്പൊ ഞാൻ ഒന്നിനെ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്റെ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമാണ് അത് എന്ന് പറയും. എന്റെ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമാണ് എന്ന് പറയുമ്പോൾ അവിടെ ദോഷം വരും. എന്താണ് ദോഷം? ദേവിക്ക് നേരത്തെ പറഞ്ഞ നിഷ്കല അല്ലെങ്കിൽ സർവഗതമായിരിക്കുന്ന ഭാവം എന്നുള്ളതിന് ദോഷം വരും. ദേവി എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. എന്റെ സ്വരൂപമായിരിക്കുന്ന ദേവി എന്നിൽ നിന്ന് ഭിന്നമാണെന്ന് വരും. എപ്പോൾ ഞാൻ അതിനെ അറിയുന്നു എന്ന് പറയും. ഇവിടെ അറിയുന്നു എന്ന് പറയുമ്പോൾ വ്യവഹാര ലോകത്ത് നമ്മുടെ മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവ ഉപയോഗിച്ച് ഒരു വിഷയത്തെ നാം എങ്ങനെയാണോ അറിയുന്നത് അതേപോലെ അറിയപ്പെടേണ്ടവളല്ല ദേവി. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി തുടങ്ങിയ ഉപകരണങ്ങൾ കൊണ്ട് നാം ഒന്നിനെ അറിയുമ്പോഴാണ് അത് എന്നിൽ നിന്ന് ഭിന്നമാകുന്നത്. ഇവിടെ ദേവിയെ അറിയുക എന്ന് പറയുമ്പോൾ ദേവിയുടെ സ്വരൂപത്തെ തന്റെ സ്വരൂപമായി അനുഭൂതമാക്കുക എന്നാണ് അർത്ഥം.
നമുക്ക് എത്ര വലിയ അനുഭൂതി ഉണ്ടെങ്കിലും ആ അനുഭൂതി എല്ലാം നമ്മളിൽ നിന്ന് വേറിട്ടതാണ്. എൻ്റെ ഉള്ളിൽ അപാരമായ പ്രേമഭാവം ജനിക്കുന്നു. ഞാൻ അറിയുന്നുണ്ട് എൻ്റെ ഉള്ളിൽ പ്രേമഭാവം ജനിച്ചു എന്ന്. അപ്പൊ ആ പ്രേമഭാവത്തെ അറിയുന്ന ഒരാൾ അപ്പുറത്തുള്ളത് കൊണ്ടാണ് ആ പ്രേമത്തെ എനിക്ക് നിരീക്ഷിക്കാൻ സാധിച്ചത്. മറിച്ച് പ്രേമം എന്റെ സ്വരൂപം തന്നെയാണെങ്കിൽ എനിക്ക് മാറി നിന്ന് അതിനെ നിരീക്ഷിക്കാൻ കഴിയില്ല. അപ്പൊ എൻ്റെ ഉള്ളിൽ വിദ്വേഷം ജനിക്കുന്നു. ഈ വിദ്വേഷവും പ്രേമവും ഒക്കെ ഓരോ അനുഭൂതികളാണ്. നാം ബാഹ്യമായിരിക്കുന്ന വിഷയങ്ങൾ അറിയുമ്പോൾ ആ വിഷയങ്ങൾ അനുഭൂതികളല്ല, അവ വസ്തുക്കളാണ്. എന്നാൽ കുറച്ചും കൂടി സൂക്ഷ്മമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അനുഭൂതികളെ പോലും നമ്മൾ വേറിട്ട് നിന്ന് കാണുന്നുണ്ട്, വേറിട്ട് നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് ദേഷ്യം വരുന്നു, ക്രോധം വരുന്നു, കാമം വരുന്നു, വിദ്വേഷം വരുന്നു, അപാരമായ പ്രേമം വരുന്നു, പ്രണയം വരുന്നു. ഈ ഇമോഷൻസിനെ എല്ലാം നാം അറിയുന്നുണ്ടെങ്കിൽ ആ ഇമോഷൻസിനെ അവയിൽ നിന്ന് വേറിട്ട് നിന്നുകൊണ്ടാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പൊ ലോകത്തിലെ ഏതൊരു അറിവും നമ്മളിൽ നിന്ന് ഭിന്നമാണെന്ന് വരും. ബാഹ്യമായിരിക്കുന്ന വിഷയവസ്തുക്കൾ നമ്മളിൽ നിന്ന് ഭിന്നമാണെന്ന് വരും. ആന്തരികമായിരിക്കുന്ന അനുഭൂതി നമ്മളിൽ നിന്ന് ഭിന്നമാണെന്ന് വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ദേവിയെ അറിയാൻ എനിക്ക് സാധിക്കുക? ദേവിയെ എന്തായാലും അറിയണമല്ലോ, അറിയപ്പെടേണ്ടവളാണല്ലോ ദേവി. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ദേവിയുടെ സ്വരൂപത്തെ അറിയാതെ ഏതെങ്കിലുമൊക്കെ ഒരു മൂഢമായ സമാധി ഭാവത്തിലേക്ക്, ഒന്നും അറിയാത്ത ഭാവത്തിലേക്ക് പോകുക എന്നുള്ളതാണോ വേദാന്തത്തിന്റെ പരമമായ ലക്ഷ്യം, താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്നതിന്റെ ഈ പ്രക്രിയയുടെ അടിസ്ഥാനം എന്നുള്ളത് സംവിത്ത് എന്ന് പറയുന്ന ആ പദത്തെ ആധാരമാക്കാൻ. സംവിത്ത് എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠമായി അറിയപ്പെടേണ്ടവൾ എന്നർത്ഥം മനസ്സിലാക്കാം. അപ്പൊ അറിയപ്പെടുന്ന ലോകത്തിലെ എല്ലാ വസ്തുക്കളും എന്നിൽ നിന്ന് ഭിന്നമാണ്. ബാഹ്യമായിരിക്കുന്ന വസ്തുക്കളാകട്ടെ, ആന്തരികമായിരിക്കുന്ന ഇമോഷൻസ് ആകട്ടെ, അതെല്ലാം ഭിന്നമാണ്. എന്നിരിക്കെ ദേവിയെ ഞാൻ എങ്ങനെ അറിയും? ഇവിടെ നമ്മുടെ ഒരു സമസ്യ, പലപ്പോഴും ആചാര്യന്മാർ ഉന്നയിക്കുന്ന, ഈ വിചാരകളിൽ ഉന്നയിക്കുന്ന സമസ്യ, വേദാന്ത പ്രതിപാദ്യമായിരിക്കുന്ന ബ്രഹ്മതത്വം, ഇവിടെ കുമാരനാശാൻ അസ്ഥി ഭാതി സുഖമാത്ര ലക്ഷണം എന്ന് കൽപ്പിച്ച ദേവീതത്വം, ആ ദേവീതത്വത്തെ നാം എങ്ങനെയാണ് സ്വയം അനുഭൂതമാക്കുന്നത്, സ്വയം നമുക്ക് അറിയാൻ സാധിക്കുന്നത്? അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ബൗദ്ധദർശനമൊക്കെ പറയുന്നത് പോലെ കേവലം ക്ഷണിക മാത്രമായ എന്തെങ്കിലും കൽപ്പനയായി തീരില്ലേ? അപ്പൊ നിശ്ചയമായിട്ടും അറിയാൻ സാധിക്കും. ആ അറിവിനെയാണ് അസ്ഥി ഭാതി സുഖമാത്രമെന്ന് ആദ്യം തന്നെ ആശാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഉണ്മയായിട്ടും ആ ഉണ്മയെ തിരിച്ചറിയുന്ന ബോധമായിട്ടും നിരന്തരമുള്ള സുഖാനുഭൂതിയായിട്ടും നമുക്ക് ദേവിയെ അനുഭവിക്കാൻ കഴിയും. അല്ലാതെ ഇതിൽ നിന്നൊക്കെ മാറി എല്ലാ അറിയപ്പെടുന്ന വസ്തുക്കളിൽ നിന്നും മാറി ഏതെങ്കിലും ഒരു കോമാവസ്ഥയിലേക്ക് പോകുക എന്നുള്ളതല്ല വേദാന്തത്തിന്റെ പരമമായ ലക്ഷ്യം. അപ്പൊ ദേവി അസ്ഥിഭാതി സുഖമാത്ര ലക്ഷണയായിട്ട് നമുക്ക് അനുഭൂതമാകാൻ കഴിയും. ആ അനുഭൂതിയെ പ്രഖ്യാപിക്കാനാണ് സംവിത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായിട്ട് അറിയപ്പെടുന്നവളാണ് ദേവി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞതൊക്കെ ദേവിയുടെ വിശേഷണങ്ങളാണ്. അസ്ഥി ഭാതി സുഖമാത്ര ലക്ഷണയായിരിക്കുന്ന ദേവി, പാട്ടില്ലാത്ത നിഷ്കലയായിരിക്കുന്ന ദേവി, ശ്രേഷ്ഠമായ രീതിയിൽ അറിയപ്പെടേണ്ടുന്നവളായ ദേവി, സംവിത് സ്വരൂപിണിയായ ദേവി, സാത്വം, അങ്ങനെയുള്ള ദേവി എന്ത് ചെയ്യുന്നു? മയാ സദാ ഹൃദി, എന്നാൽ എല്ലായ്പ്പോഴും, ഹൃദി എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ, ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ അന്തഃകരണത്തിൽ, എന്റെ അന്തഃകരണത്തിൽ ധ്യാനിക്കപ്പെടട്ടെ, നിധീയസി എന്ന് പറയും. അപ്പൊ ഈ ധ്യാനിക്കപ്പെടട്ടെ എന്ന് പറയുന്ന ആ ക്രിയക്ക് സഹായകരമായിട്ട് ഒരു പദം അവിടെ ആശാൻ ചേർത്തിട്ടുണ്ട്. ക്രിയാവിശേഷണമായി ചേർത്തതല്ല. ഇപ്പൊ ക്രിയാവിശേഷണമുണ്ട്. വേഗതയിൽ ഓടുന്നു എന്ന് പറയുമ്പോൾ ഓടുന്നു എന്നുള്ള ക്രിയക്ക് വിശേഷണമായിട്ടാണ് വേഗത എന്നുള്ള ആ പദം ചേർത്തത്. അതേപോലെ ധ്യാനിക്കപ്പെടട്ടെ എന്ന് പറയുമ്പോൾ
ഏത് പ്രകാരത്തിൽ ധ്യാനിക്കണം എന്നൊരു സഹായപദം ചേർത്തിട്ടുണ്ട്. ആ സഹായപദമാണ് ഔപനിഷദം എന്നുള്ളത്. നിഷ്കല സംവിത്ത് എന്ന് പറയുന്നത് പോലെ ദേവിയുടെ വിശേഷണമല്ല ഇവിടെ ഔപനിഷദം. മറ്റൊരു വിശേഷണമാണ്, അത് സ്ത്രീലിംഗത്തിൽ പ്രയോഗിക്കപ്പെട്ട വിശേഷണമാണ്. ഔപനിഷദം നപുംസകലിംഗമാണ്. അപ്പൊ ഔപനിഷദം എന്താണ്? ധ്യാനിക്കപ്പെടട്ടെ, സ്ഥാപിക്കപ്പെടട്ടെ എന്ന് പറയുന്ന നിധീയസ എന്നുള്ള ക്രിയക്ക് സഹായകരമായ ഒരു വിധേയ പദമാണ്. ഔപനിഷദം എന്ന് പറയുമ്പോൾ ഉപനിഷത്തിൻ്റെത് എന്നർത്ഥം. ഉപനിഷത്തുക്കളിൽ പറയപ്പെട്ട, ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കപ്പെട്ട എന്നർത്ഥം. അപ്പൊ ഞാൻ എങ്ങനെയാണ് ദേവിയെ ഈ പറയുന്ന വിശേഷണങ്ങളോട് കൂടിയ അസ്ഥിമാത്ര സുഖസ്വരൂപിണിയായി ലോകത്തിന്റെ ആധാരമായി വർത്തിക്കുന്ന, നിഷ്കലയായി വർത്തിക്കുന്ന, ശ്രേഷ്ഠമായി അനുഭവതലത്തിൽ അറിയപ്പെടുന്ന സംവിത് സ്വരൂപിണിയായ ആ ജഗദംബികയെ ഉപനിഷത്തുക്കളിൽ പറയപ്പെട്ട പരമതത്വമായിട്ട് എന്നാൽ ധ്യാനിക്കപ്പെടട്ടെ എന്നർത്ഥം. അപ്പൊ ഔപനിഷദം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുക്കളിൽ പറയപ്പെട്ട പരമതത്വമായിട്ട്. ഈ ഔപനിഷദം എന്ന വാക്കിലൂടെ നമ്മുടെ മഹിമയാർന്ന സംസ്കൃതിയെ ആശാൻ അടിവരയിട്ട് ഉറപ്പിക്കുകയാണ്. വിചാരം ചെയ്യുക എന്ന് പറഞ്ഞാൽ പോലും ഇവിടെ ഒരു പരമ്പരാക്രമമുണ്ട്. ആ പരമ്പരാക്രമത്തെ നമുക്ക് ആശ്രയിച്ച് മാത്രമേ വിചാരം ചെയ്യാൻ സാധിക്കൂ. പലരും ഗുരുദേവ ദർശനത്തെ ഇവിടെയുള്ള പരമ്പരാഗതമായിരിക്കുന്ന അദ്വൈത വേദാന്ത ദർശനത്തിന് വിരുദ്ധമായി സ്ഥാപിക്കാൻ ശ്രമിക്കാറുണ്ട്. ഗുരുദേവ ദർശനത്തിന് അതിൻ്റെ തനതായ മൗലികതയുണ്ട്. ആ മൗലികത നമുക്ക് ആർക്കും ലംഘിക്കാൻ കഴിയില്ല. മൗലികത എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെതായിരിക്കുന്നത്, അതിനെയാണ് മൗലികത എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിലനിൽക്കുന്ന സാമ്പ്രദായികമായ വിചാര പദ്ധതിക്ക് തീർത്തും വിരുദ്ധമാണ് ഗുരുദേവ ദർശനം എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഔപനിഷദം എന്ന് ആശാൻ അവിടെ വിശേഷമായിട്ട് എടുത്തു പറഞ്ഞതിന്റെ ഒരു താല്പര്യം. ഉപനിഷത്തുക്കളിൽ ഉപനിഷത്തുക്കളിൽ പ്രതിപാദിക്കപ്പെട്ട രീതിയിൽ ആ ജഗദംബികയെ ഞാൻ അറിയട്ടെ. ഉപനിഷത്തുക്കളിൽ എന്താണ് പ്രതിപാദിക്കപ്പെട്ടത്? ഇത് തന്നെയാണ് അസ്ഥി ഭാതി സുഖമാത്ര ലക്ഷണം, നിഷ്കല സംവിത് സ്വരൂപിണി എന്ന ഭാവത്തിലാണ് ഞാൻ ദേവിയെ ധ്യാനിക്കേണ്ടത്. അല്ലാതെ ദേവി ശത്രുക്കളെ എല്ലാം കൊന്നൊടുക്കും, എൻ്റെ ശത്രുക്കളെ ദേവി കൊന്നൊടുക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ ജഗദംബിക എന്ന് പറഞ്ഞാൽ ആ ദേവിയെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് മാത്രം സ്വർഗം കൊടുക്കുന്ന ഒരു ജഗദംബികയാണ്, ആ ദേവിയുടെ ഫോളോവേഴ്സിനെ മാത്രം അനുഗ്രഹിക്കുന്ന ജഗദംബികയാണ്, ആ ദേവിയെ വിശ്വസിക്കാത്ത മറ്റു ദേവന്മാരെ വിശ്വസിക്കുന്ന ജനങ്ങളെയൊക്കെ അവിശ്വാസികളെന്ന് മുദ്ര കുത്തി അവർ നരകത്തിലേക്ക് പോകുമെന്ന് പറയുന്ന ദേവിയാണ് എന്ന ഭാവത്തിലല്ല ദേവിയെ നമ്മൾ ധ്യാനിക്കേണ്ടത്. മറിച്ച് ഉപനിഷത്ത് പ്രതിപാദ്യമായ രീതിയിൽ ആ വിചാര പ്രക്രിയയെ അനുസന്ധാനം ചെയ്ത് മനനം ചെയ്ത് ദേവി എൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഭിന്നമല്ല എന്ന സാക്ഷാത്കാരം ലഭിക്കുന്നത് വരെ ആ പരമ്പരാഗതമായിരിക്കുന്ന ആ പ്രക്രിയയെ സമാശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി ദേവി തത്വത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ള നമ്മുടെ സംസ്കാരത്തിന്റെ മഹിമയാണ് ഇവിടെ ആശാൻ വിളിച്ചു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ അവസാനത്തെ ക്ലാസ് ഉപസംഹരിക്കുകയാണ്. അപ്പൊ എനിക്കറിയാം ഈ അവസാനത്തെ ക്ലാസ് നമ്മൾ അല്പം ചിലപ്പോൾ ഇച്ചിരി പ്രയാസമുള്ളതായി തോന്നിയേക്കാം, എങ്കിലും ഒന്നുകൂടി അതിന്റെ വീഡിയോ കണ്ടാൽ ഈ പറയുന്ന ആശയങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. ഇതിന് തത്വം ഇത്രയേ ഉള്ളൂ. ദേവിക്ക് ഇവിടെ 3 വിശേഷണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിശേഷണമാണ് മരുഭൂമിയിൽ മരുപ്പച്ച കാണുന്നത് പോലെ അസ്ഥി ഭാതി സുഖമാത്ര ലക്ഷണയായിരിക്കുന്ന അധിഷ്ഠാന സ്വരൂപിണിയായിരിക്കുന്ന ജഗദംബികയിൽ പ്രതിഭാസിക്കുന്ന ഒരു മരുപ്പച്ചയാണ് ഈ ലോകം. അങ്ങനെയുള്ള ജഗദംബിക, അതേപോലെ നിഷ്കലയായിരിക്കുന്ന ജഗദംബിക, സംവിത് സ്വരൂപിണിയായിരിക്കുന്ന ജഗദംബിക, സാത്വം, അങ്ങനെയുള്ള ആ ദേവിയെ മയാ സദാ ഹൃദി നിധീയസെ, എന്നാൽ എല്ലായ്പ്പോഴും മനസ്സിൽ സ്ഥാപിക്കുമാറാകട്ടെ, മനസ്സിൽ വെക്കുമാറാകട്ടെ, മനസ്സിൽ ധ്യാനിക്കപ്പെടുമാറാകട്ടെ. എപ്രകാരം ധ്യാനിക്കണം? ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന പരബ്രഹ്മ സ്വരൂപിണിയായി. ഉപനിഷദം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിൽ പ്രതിപാദിച്ചിട്ടുള്ള പരബ്രഹ്മ സ്വരൂപിണിയായി ശാരദാംബിക എൻ്റെ മനസ്സിൽ സദാ ധ്യാനിക്കപ്പെടട്ടെ, സ്ഥാപിക്കപ്പെടട്ടെ. ഇത്രയുമാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. ഇനി ഇന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.